ആഗസ്റ്റ് 27 വ്യാഴാഴ്ച ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 8ാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രമായ ഇൻസീഡിയസ് ഔട്ട് ഓഫ് ദ ഫർദർ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,40,40,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 7 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 19,70,000 രൂപയാണ് കളക്ട് ചെയ്തത്. 7ാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രമായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 7 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 29 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 29 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 36,10,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇതുവരെ റിലീസ് ചെയ്ത നോൺ ഇന്ത്യൻ മൂവീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രം എന്ന നേട്ടമാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. 6ാം സ്ഥാനത്ത് ലോകേഷ് കനകരാജ് നായകനായി എത്തിയ DC എന്ന തമിഴ് ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9,70,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 21 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 21 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 19,76,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ചിത്രം 100 കോടി ക്ലബ് എന്ന നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ചിത്രത്തിനൊരു പോസിറ്റീവ് റെസ്പോൺസാണ് നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിന് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് മുന്നേറാൻ സാധിക്കാത്തത് നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. 5ാം സ്ഥാനത്ത് സൂര്യ നായകനായി എത്തിയ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 10,35,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 14 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 14 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 7,55,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിനൊരു മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ചിത്രം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് പെർഫോമൻസ് തന്നെയാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് ചിത്രം 150 കോടി ക്ലബ് എന്ന നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ്. 4ാം സ്ഥാനത്ത് വിസ്മയ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ തുടക്കം എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 28 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 21 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 21 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 24,36,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് പെർഫോമൻസ് തന്നെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റായി മാറിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 40 കോടി ക്ലബ് എന്ന നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ്. 3ാം സ്ഥാനത്ത് യാഷ് നായകനായി എത്തിയ ടോക്സിക് എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 70 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 2 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2,80,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിനൊരു നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എല്ലാ മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് പൃഥ്വിരാജ് നായകനായി എത്തിയ ഖലീഫ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,50,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 8 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 17,10,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിനൊരു നെഗറ്റീവ് പ്ലസ് മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നുൾപ്പെടെ നേടിയെടുക്കാൻ സാധിച്ചത്. എങ്കിലും ചിത്രം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് പെർഫോമൻസ് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നുൾപ്പെടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ്, സ്കെയിൽ എന്നിവ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ലഭിച്ചാൽ മാത്രമേ ചിത്രത്തിന് വിജയിക്കാനായി സാധിക്കുകയുള്ളൂ. 1ാം സ്ഥാനത്ത് നിവിൻ പോളിയെ നായകനാക്കി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 9 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ടിപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 7 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 49,75,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. കേരളത്തിൽ ഇതുവരെ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ 7 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം. വേൾഡ് വൈഡ് ചിത്രം 110 കോടി ക്ലബ് എന്ന നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ്.